അതിന് നമ്മളെ കൂടെ വന്ന ഓരോ മനുഷ്യരും നല്ലവരായ മനുഷ്യരെ നമുക്ക് സമീപിക്കാനും അവരുമായിട്ട് സഹവസിക്കാനും സാധിക്കും. നമ്മളെ മലയാളി എത്ര പൊളിയാണെന്ന് ഫീൽ ചെയ്യും. കാരണം ഓരോ അവസ്ഥകളിലും നമുക്കെന്തെങ്കിലും ട്രബിൾ വരുന്നതിന് മുമ്പ് നമ്മളെ സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മളെ കൂടെ ഉള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ ഒരു കുടുംബത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിനേക്കാളും പൊളിയായിരുന്നു. കാരണം അതൊരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പായിട്ട് തോന്നിയിട്ടില്ല. എല്ലാ സമയത്തും എല്ലാത്തിനും ഒരു മെഡിസിൻ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് കുഞ്ഞൊന്ന് ക്ഷീണിച്ചാൽ പോലും അതിന് പോലും സഹായിക്കാൻ നൂറുകണക്കിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താവശ്യത്തിനും അവർ നമ്മളെ കൂടെ ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ വേറെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെന്ന് ഫീൽ ചെയ്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നമ്മൾ മലയാളികളാണ്. ആ ഒറ്റ ചിന്ത മാത്രമേ യാത്രയിൽ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെല്ലാവരും ഒറ്റ വീട്ടിൽ നിന്ന് വന്നവരാണ്. നമ്മൾ മൊത്തം മലയാളികളാണ്. മലയാളികൾ പൊളിയല്ലേ ഗൈസ്. നമ്മൾ എന്തൊക്കെ തരണം ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒറ്റക്കെട്ടായിട്ട് നിന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിൽ നമുക്കൊരിക്കലും വിഷമമോ വേറെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ മഞ്ഞ് കാണാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ പടച്ചോൻ ഒരു പൂക്കാലം തന്നൊരവസ്ഥയായിരുന്നു. കുറച്ചൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് പടച്ചോൻ ഇതാ കണ്ടില്ല, നോർത്ത് പോർട്ടലിൽ അട്ടൽ ടണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടണൽ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാശ്മീരിലോട്ടാണ് ചെല്ലുക. ഇത് നമ്മൾ മണലിൽ നമ്മളെ എന്താ പറയുക മഞ്ഞിൽ ഇറക്കി വിട്ട സമയത്ത് നമ്മളെ ഫ്രണ്ട്സൊക്കെ കാണിച്ചു വിടുന്ന ആദ്യമായിട്ട് അവരുടെ ഒരു ഇതൊക്കെയാണ് അവർ ഇറങ്ങി വന്നതും മഞ്ഞുമായിട്ടൊന്ന് ടൈ ആവുന്നതാണ്. ഫസ്റ്റ് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ വഴുതുകയും നമുക്ക് ഒരുമാതിരി ഫീൽ ചെയ്യും. കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓടുന്ന അവസ്ഥയാണ്. ഞാനവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത ഫോട്ടോയാണ് എൻ്റെ. വീണ്ടും ഈ ഇതൊക്കെ കണ്ട് ടണലൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വരുന്ന ആ ഒരു ബാക്കപ്പ് വീഡിയോ ആണ്. ആ വഴികളിൽ കൂടെ തന്നെ തിരിച്ച് വരികയാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക അവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളിൽ പീടികളിൽ പോയി ചായ കുടിച്ച അനുഭവം, മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ നടന്ന സംഭവം, അങ്ങനെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറുന്ന നിമിഷമാണ്. കുഞ്ഞുങ്ങളൊക്കെ എത്രത്തോളം സന്തോഷത്തോട് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാഴ്ചകൾ. അവർക്ക് ഒട്ടും തന്നെ ബോറടിച്ചിട്ടില്ല. അവർ ഫുൾ വൈബായിരുന്നു. അവർ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര എന്താ പറയുക എക്സൈറ്റഡ് ആയിരുന്നു. എപ്പോഴും എൻ്റെ കുഞ്ഞു മണാലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിനുശേഷം. കാരണം അവർക്ക് അത്രത്തോളം സന്തോഷം കൊടുത്തൊരു യാത്രയും കൂടിയായിരുന്നു ഇത്. എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കുറച്ച് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, കുറച്ച് പേര് കളിക്കുന്നുണ്ട്, വാരി എറിയുന്നുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ് ആ ഓർമ്മയിൽ. ഇത് അത്യാവശ്യം ട്രാഫിക്കിൻ്റെ ഒരു ഫോട്ടോയാണ്. ഏതൊക്കെ എന്താ പറയുക അവിടുത്തെ ഓരോരോ സൈറ്റ് സീയിങ് ഒക്കെയാണ് കാണുന്നത്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മണാലി നമുക്ക് തന്നത് ഒരിക്കലും മണാലി എന്താ പറയുക വേദനിപ്പിച്ചില്ല. അല്ലെങ്കിൽ